നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണല്ലോ. സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ആഘോഷിക്കുന്ന ആഘോഷങ്ങളിലൊന്നാണ് വിഷു. ഈ വർഷത്തെ വിഷുവിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വർഷം വിഷു ഏപ്രിൽ 15-നാണ്, അതായത് മേടമാസം 2-ാം തീയതി. മേടം 1-നല്ലേ വിഷു വരേണ്ടത്? എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം മേടം 2-ന് വിഷു വന്നത്? ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിഷു എന്നത് ഒരു ഉത്സവം മാത്രമല്ല, അതൊരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമാണ്. ശാസ്ത്രീയമായി പറയുമ്പോൾ വിഷു എന്നാൽ മേടസംക്രാന്തിയാണ്. അതായത് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കടക്കുന്ന നിമിഷം. ഒരു വർഷം കൊണ്ട് സൂര്യൻ 12 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. അതിൽ മേടത്തിലേക്കുള്ള ഒരു പുതിയ ചക്രത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു വിഷു. അതുകൊണ്ടാണ് വിഷു മലയാള പുതുവർഷമായി ആഘോഷിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ പുതിയതായി ആരംഭിക്കുന്ന ഒരു ദിവസം. വിഷു ഒരു തീയതി മാത്രമല്ല, ഒരു അനുഭവമാണ്, ഒരു സംസ്കാരമാണ്. വിഷു പുലരിയുടെ ഏറ്റവും പ്രധാന ഭാഗം വിഷുക്കണി, സ്വർണം, കണിക്കൊന്ന, അരി, പഴങ്ങൾ, കണ്ണാടി ഇതൊക്കെ ചേർന്ന് ഒരുക്കുന്ന കണിയാണ്. സമൃദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. രാവിലെ കണ്ണു തുറന്ന് ആദ്യ നിമിഷം കാണുന്ന ആ കണി, ഇതിലൂടെ വർഷം മുഴുവൻ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കണിക്കൊന്ന പൂക്കൾ വിഷുവിൻ്റെ ഒരു അടയാളം തന്നെയാണ്. മഞ്ഞ നിറത്തിൽ പൂക്കുന്ന ആ പൂക്കൾ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. വിഷു കൈനീട്ടം മുതിർന്നവർ കുട്ടികൾക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു രൂപം. വിഷു കോടിയും സദ്യയും കുടുംബങ്ങൾ ഒത്തുചേർന്ന് സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്നു. ഇതെല്ലാം ചേരുമ്പോഴാണ് വിഷു മധുരമുള്ള ഒരു ഓർമ്മയായി മാറുന്നത്. ഇനി നമുക്ക് നോക്കാം, 2026 വിഷു എന്തുകൊണ്ടാണ് ഏപ്രിൽ 15, അതായത് മേടം 2-ന് വന്നത്? ഇതിനു പിന്നിൽ ഒരു പ്രധാന നിയമമുണ്ട്, സൂര്യോദയ നിയമം. വിഷു ആഘോഷിക്കുന്നത് സൂര്യോദയ സമയത്ത് സൂര്യൻ മേടം രാശിയിൽ നിൽക്കുന്ന ദിവസമാണ്. 2026 മേടസംക്രമം നടക്കുന്നത് ഏപ്രിൽ 14-ന് ഉച്ച കഴിഞ്ഞ് 2:55-നാണ്. ആ ദിവസത്തെ രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യൻ അപ്പോഴും മീനം രാശിയിലായിരിക്കും. അതിനാൽ ഏപ്രിൽ 14-ന് വിഷു ആഘോഷിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം ഏപ്രിൽ 15-ന് രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യൻ മേടം രാശിയിലായിരിക്കും. അതുകൊണ്ടാണ് ഈ വർഷം വിഷു ഏപ്രിൽ 15-ന്, അതായത് മേടം 2-ന് ആഘോഷിക്കുന്നത്. ഇപ്പോഴിത് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിഷു ഒരു തീയതി മാത്രമല്ല, ഒരു അനുഭവം, ഒരു വിശ്വാസം, ഒരു പുതിയ തുടക്കം. കണിക്കൊന്ന പൂത്ത വിഷു പുലരിയിൽ കണി കണ്ട് കൈനീട്ടം വാങ്ങി വിഷുക്കോടി ഉടുത്ത് സദ്യയുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് പങ്കിടുന്ന ആ സന്തോഷം, അതാണ് വിഷുവിൻ്റെ യഥാർത്ഥ സാരാംശം. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അത് വലിയ കാര്യങ്ങളിലല്ല, ഇത്തരത്തിലുള്ള ചെറിയ സന്തോഷങ്ങളിലാണ്. ഒരച്ഛൻ അമ്മയെ കണി കാണിക്കുന്ന ആ സ്നേഹ നിമിഷം, അതാണ് വിഷുവിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. വിഷു കേരളത്തിൽ മാത്രമല്ല ആഘോഷിക്കുന്നത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇതേ സമയത്ത് പുതുവർഷ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ഒരേ ആശയങ്ങൾ പറയുന്ന ഉത്സവങ്ങൾ. പ്രകൃതിയുടെ ഒരു പുതിയ തുടക്കം, വിളവിൻ്റെ സന്തോഷം, ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകൾ. കണിക്കൊന്ന പൂക്കുന്ന ഈ കാലം പ്രകൃതിയും നമ്മോട് പറയുന്നുണ്ട്, പുതിയ തുടക്കങ്ങൾ എല്ലായ്പ്പോഴും മനോഹരമാണ്. വിഷുപ്പുലരിയെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ചെറിയ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഷുപക്ഷിയുടെ മനോഹരമായ ഗാനം. വിഷുപക്ഷിയുടെ ശബ്ദം ശുഭസൂചനയായി കരുതപ്പെടുന്നു. ആ മധുരമുള്ള പാട്ടിനൊപ്പം ഒരു പുതിയ ദിവസവും ഒരു പുതിയ വർഷവും നമ്മളിലേക്ക് എത്തുന്നു. കാലം എത്ര കഴിഞ്ഞാലും ബാല്യത്തിൽ വിഷു കൈനീട്ടം വാങ്ങുന്ന മനോഹര നിമിഷം മറക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. വിഷു കൈനീട്ടവും സദ്യയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലും എല്ലാം ചേരുമ്പോൾ ഓരോ വിഷുവും അനർഹമായ നിമിഷങ്ങളാണ് ഓരോ വ്യക്തിക്കും നൽകുന്നത്. വിഷുവിനോട് ബന്ധപ്പെട്ടൊരു മനോഹരമായ വിശ്വാസം കൂടി നമ്മുടെ സംസ്കാരത്തിൽ പറയപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തോടെയാണല്ലോ നാം വിഷുക്കണി ഒരുക്കുന്നത്. ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ശേഷം ലോകം വീണ്ടും പ്രകാശവും സന്തോഷവും നിറഞ്ഞതായി പറയപ്പെടുന്നു. അത് ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമായി ജനങ്ങൾ സന്തോഷത്തോടെ ആഘോഷിച്ചു. ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി പ്രകാശവും സമൃദ്ധിയും നിറഞ്ഞ ഒരു കാഴ്ച വിഷുക്കണിയായി ഒരുക്കാൻ തുടങ്ങിയതെന്നാണ് വിശ്വാസം. രാവിലെ കണ്ണു തുറക്കുന്ന ആദ്യ നിമിഷം ആ ദൈവീക കാഴ്ചകൾ കാണുമ്പോൾ വർഷം മുഴുവൻ നന്മയും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് കണിക്കൊന്ന പൂക്കളും സ്വർണവും വിളക്കും കണ്ണാടിയും ഇതെല്ലാം ചേർന്ന് ഒരു സമ്പൂർണ്ണ ജീവിതത്തിൻ്റെ പ്രതീകമായി വിഷുക്കണി ഒരുക്കുന്നത്. കാലങ്ങളിലൂടെ പകരുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശം, തലമുറകളുടെ അനുഭവം കൊണ്ട് രൂപം കൊണ്ട ഒരു പാരമ്പര്യം, പ്രകൃതിയും ഗ്രഹങ്ങളും ഒരു പുതിയ ചക്രത്തിലേക്ക് കടക്കുന്ന നിമിഷം. 7 കുതിരകൾ വലിക്കുന്ന
തങ്കരഥത്തിലേറി പ്രകാശത്തിൻ്റെ രാജാവ് സൂര്യഭഗവാൻ ഉദയം ചെയ്യുന്നു. അന്ധകാരത്തെ നീക്കി പുതിയ പ്രതീക്ഷയുടെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് ഇരുട്ടിനെ നീക്കുന്ന വിളക്കിൻ്റെ പ്രകാശം പോലെ ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞിരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി.